ഹലോ നമസ്കാരം. മഴതോരും മുമ്പേടെ വരാനിരിക്കുന്ന ഒരു അടിപൊളി എപ്പിസോഡിൻ്റെ സ്റ്റോറി ആട്ടോ പറയാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും സ്റ്റോറി മുഴുവനായിട്ട് കേൾക്കാൻ സപ്പോർട്ട് ചെയ്യാം. അങ്ങനെ നമ്മുടെ വൈജയെ ഡിസ്ചാർജ് ചെയ്തൊക്കെ കൊണ്ടുവന്നതിനൊക്കെ ശേഷം അലീനയാണല്ലോ എല്ലാ കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കുകയൊക്കെ ചെയ്യുന്നത്. വേറെ ആരും ആൾക്കാരൊക്കെ നിർത്താമെന്ന് പറഞ്ഞെങ്കിലും പക്ഷേ ബാലചന്ദ്രൻ സമ്മതിച്ചില്ല കേട്ടോ. അങ്ങനെ ആ സമയത്ത് വൈജയന്തി എന്താണെങ്കിലും ബെഡിൽ കിടപ്പാണല്ലോ. അങ്ങനെ ആ സമയത്ത് നമ്മുടെ രോഹിത്താണെങ്കിൽ ഏകദേശം കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കി വരുന്നുണ്ട് കേട്ടോ. അലീന ആരാണ് എന്താണ് എന്നൊക്കെ ഉള്ളത് അലീന ഉള്ളത് കൊണ്ട് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ. പക്ഷെ അലീന വൈജയുടെ മകളാണ് എന്നുള്ള കാര്യമൊന്നും രോഹിത്ത് മനസ്സിലാക്കുന്നില്ല. പക്ഷേ രോഹിത്ത് ചെറുതായിട്ട് എന്തൊക്കെയോ ഐഡിയകളൊക്കെ കിട്ടുന്നുണ്ട്. രോഹിത്തിന് ഇവിടെ എന്തൊക്കെയോ കാര്യങ്ങൾ കലങ്ങി മറിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാവുകയാണ്. അങ്ങനെ രോഹിത്ത് ഒരു ദിവസം ഇതിൻ്റെ ചെറിയൊരു സൂചന കൃഷ്ണയിൽ നിന്ന് മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ രോഹിത്തിന് എന്താണെങ്കിലും അലീന അച്ഛൻ്റെ മകളാണ് എന്നുള്ള ഒരു കാര്യം തന്നെയാണ് നിൽക്കുന്നതെങ്കിലും അലീനയോടൊരു സ്നേഹമൊക്കെ വരുന്നുണ്ട്. പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും അതുകൊണ്ട് പ്രകടിപ്പിക്കുകയൊന്നും ചെയ്യുന്നില്ല കേട്ടോ രോഹിത്ത്. അങ്ങനെ അലീനയോട് വളരെ സ്നേഹം കാണിക്കുകയും അങ്ങനെയൊന്നുമില്ല. പക്ഷേ രോഹിത്തിന് എന്തോ ഒരു സെൻറ്റിമെൻറ്റ്സ് വന്നിട്ടുണ്ട് അലീനയോട്. കാരണം എല്ലാ കാര്യങ്ങളൊക്കെ നോക്കുകയും ചെയ്യുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. രോഹിത്തിൻ്റെ ഒരു പ്രോബ്ലമൊക്കെ സോൾവ് ആക്കി കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അതായത് ആ റേപ്പ് കേസും കാര്യങ്ങളും ഒന്നുമല്ല, അതല്ലാതെ. അപ്പോൾ രോഹിത്ത് ഏകദേശം അലീനയെ മനസ്സിലാക്കി വരികയാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഹരി വീണ്ടും കുഴപ്പമായിട്ട് വരുന്നുണ്ട്. അങ്ങനെ ഹരി ഒരു ദിവസം രോഹിത്തിനെ വിളിക്കുന്നുണ്ട്. എടാ ഞാൻ നിൻ്റെ വീട്ടിലേക്ക് വരാം, പക്ഷേ നിൻ്റെ അച്ഛൻ വളരെ പ്രശ്നമാണ് എന്ന് പറയുമ്പോൾ രോഹിത്ത് പറയുന്നുണ്ട്, അത് ശരിയാടാ, നീ വീട്ടിലേക്ക് വരേണ്ട എന്ന് പറയണം. എന്നാൽ ഞാൻ പകൽ വരാം, നിൻ്റെ അച്ഛന് അങ്ങനെ ഷോപ്പിലേക്കൊക്കെ പോകുന്ന സമയത്ത് ഞാൻ വരാം, എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കാനുണ്ട് എന്ന് പറയണം. നിനക്ക് എന്താ ഇപ്പം ഇത്ര സംസാരിക്കാനുള്ളത്, നമുക്ക് പുറത്ത് വെച്ച് മീറ്റ് ചെയ്യാം എന്ന് പറയണം. അപ്പോൾ രോഹിത്തിന് ഹരിയുടെ സ്വഭാവത്തിൽ കുറച്ചൊക്കെ മാറ്റങ്ങൾ മനസ്സിലാവുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഹരി പറയുന്നുണ്ട്, അതെന്താടാ ഞാൻ അങ്ങോട്ടേക്ക് വന്നാൽ, ഞാൻ അങ്ങോട്ടേക്ക് വരാം, പിന്നെ അവിടെ പെണ്ണ് അവൾ അവിടെ തന്നെ ഇല്ലേ അലീന. അപ്പോൾ രോഹിത്ത് പറയുന്നുണ്ട്, ഇവിടെ തന്നെ ഉണ്ട്, എന്താ കാര്യം? ഞാൻ ചുമ്മാ ചോദിച്ചു എന്നേ ഉള്ളൂ, ഞാൻ അങ്ങോട്ടേക്ക് വരാം, ഒരു കാര്യമുണ്ട്, ഒരു സൂത്രം ഒപ്പിക്കാം നമുക്ക് എന്ന് പറയുമ്പോൾ വേണ്ട ഹരി, വലിയ പ്രശ്നങ്ങളാവുന്ന സൂത്രത്തിനൊന്നും ഞാനില്ല, എന്നെ വിട്ടേക്ക് എന്ന് പറയുമ്പോൾ നീ ഇപ്പം എപ്പോഴാണ് നന്നായത് എന്നൊക്കെ ചോദിച്ചിങ്ങനെ കളിയാക്കുന്നുണ്ട് കേട്ടോ. ഞാൻ എന്താണെങ്കിലും നാളെ അങ്കിൾ അവിടെ നിന്ന് പോകുന്ന സമയത്ത് അങ്ങോട്ടേക്ക് വരാം. കൃഷ്ണയും ബബിതയൊക്കെ ഇങ്ങനെ പോവുമല്ലോ സ്കൂളിലേക്കും കോളേജിലേക്കൊക്കെ. പിന്നെ അവിടെ ഉള്ളത് ആൻറ്റി മാത്രമല്ലേ, പിന്നെ മുത്തശ്ശിയല്ലേ, മുത്തശ്ശിയുടെ പണിയൊക്കെ കഴിഞ്ഞ് ഉറങ്ങുന്ന സമയമൊക്കെ ആയിരിക്കും. അപ്പം നമുക്ക് ഒരു സൂത്രം ഒപ്പിക്കാനുണ്ട് എന്ന് പറയണം. ദേ വേണ്ട ഹരി, നീ ഇങ്ങോട്ടേക്ക് വരുമൊന്നും വേണ്ട എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഹരി അതൊന്നും കേൾക്കാതെ വീടിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ നോക്കി നിൽക്കണം ഓരോരുത്തർ പോകുന്നത്. രാവിലെ തന്നെ വന്നിട്ട് നോക്കി നിൽക്കുന്നുണ്ട്. അപ്പോൾ അത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കൃഷ്ണയും അതുപോലെ ബബിതയും സ്കൂളിലേക്ക് പോവുകയാണ്. അതുമാത്രമല്ല ബാലചന്ദ്രനും ഷോപ്പിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ ആ വീട്ടിൽ രോഹിത്തിനോടന്ന് പോകരുത് എന്ന് പറഞ്ഞേക്കുകയാണ്. അങ്ങനെ പിന്നെ അലീനയും വൈജയന്തിയും മുത്തശ്ശിയും മാത്രമാണ് ഉള്ളത്. മുത്തശ്ശിയാണെങ്കിൽ പിടിച്ച് മെല്ലെ എഴുന്നേറ്റ് നടക്കും എന്നേ ഉള്ളൂ, പക്ഷേ അധിക സമയം റൂമിൽ തന്നെയാണ്. അപ്പോൾ ഹരിയാണെങ്കിൽ പെട്ടെന്ന് വീട്ടിലേക്ക് വരുന്നുണ്ട് ഇവരൊക്കെ പോയതിന് ശേഷം. അപ്പോൾ അലീന ഇവരൊക്കെ പോയതിന് ശേഷം ഡോറൊക്കെ കുറ്റിയിട്ടേക്കായിരുന്നു. അപ്പോൾ രോഹിത്തിനെ ഫോൺ വിളിക്കുന്നുണ്ട്, എടാ ഡോറ് തുറക്ക്, ഞാനിവിടെ വന്നിട്ടുണ്ട് എന്ന് പറയണം. അപ്പോൾ രോഹിത്ത് പറയുന്നുണ്ട്, വേണ്ട അലീന താഴെയുണ്ട്, കണ്ട പ്രശ്നമാണ്, നീ ഇങ്ങോട്ടേക്ക് വരണ്ട എന്ന് പറയുമ്പോൾ, എടാ അവൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറുന്നത് നോക്ക്, അതിനനുസരിച്ച് നീ ഡോറ് തുറക്ക്, ഞാൻ വേറെ കുഴപ്പമുണ്ടാക്കാനൊന്നുമില്ല, നമുക്ക് ഇത്തിരി നേരം ഇവിടെ ഇരുന്ന് സംസാരിക്കാമല്ലോ എന്ന് കരുതിയിട്ടാണ്, നീ എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നത്, നമുക്ക് പുറത്ത് സംസാരിക്കാമല്ലോ, ഇവിടെ വേണ്ടല്ലോ എന്ന് പറയുമ്പോൾ, അതൊക്കെ ഉണ്ട്, നീ വന്ന് വാതിൽ തുറക്കുക എന്ന് പറയണം. ഞാൻ നോക്കട്ടെ, അലീന എങ്ങാനും താഴെ ഉണ്ടോയെന്ന് ഞാൻ നോക്കട്ടെ, അതിന് നോക്കിയിട്ട് ഞാൻ ഡോറ് തുറക്കാമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ രോഹിത്ത് ഇറങ്ങി വരുന്ന സമയത്ത് രോഹിത്ത് കിച്ചണിലേക്ക് നോക്കുമ്പോൾ അലീന കിച്ചണിൽ അവിടെ നിന്ന് ജോലി ചെയ്യുന്നത് ഇങ്ങനെ കാണുകയാണ്. അങ്ങനെ രോഹിത്ത് മെല്ലെ ഇറങ്ങി വന്നിട്ട് ഡൈനിങ് ടേബിളിൽ വന്നിട്ട് വെള്ളം എടുത്ത് കുടിക്കുന്നുണ്ട്. അത് അലീന കാണുന്നുണ്ട്. അന്നേരം അലീന ചോദിക്കുന്നുണ്ട്, രോഹിത്തിന് എന്തെങ്കിലും വേണോ എന്ന് ചോദിക്കുമ്പോൾ, വേണ്ട, ഒന്നും വേണ്ട, പിന്നെ എന്താ വന്നത് എന്ന് ചോദിക്കുമ്പോൾ, ഒന്നുമില്ല, ഞാൻ ചുമ്മാ വന്നതാണ് എന്ന് പറയണം. അപ്പോൾ അലീനയോട് വലിയ സ്നേഹം കാണിക്കുന്നില്ലെങ്കിലും രോഹിത്തിൻ്റെ സ്വഭാവത്തിൽ ചെറിയ മാറ്റം വന്നിട്ടുണ്ട് എന്നുള്ളത് അലീനയ്ക്ക് ഇത്തിരി സന്തോഷമൊക്കെ നൽകുന്നുണ്ട് കേട്ടോ. അങ്ങനെ അലീന, എന്നാൽ ശരി, ഞാനേ അമ്മയെ ഒന്ന് കുളിപ്പിക്കാനൊക്കെ ഉണ്ട്, മേലൊക്കെ ഒന്ന് തുടച്ച് കൊടുക്കണം, അതിന് പോവുകയാണ്, എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി എന്ന് പറയാം. കുഴപ്പമൊന്നുമില്ല, എനിക്ക് കുഴപ്പമൊന്നുമില്ല, എനിക്കൊന്നും ഇപ്പോൾ വേണ്ട എന്ന് പറയുന്നുണ്ട്. അങ്ങനെ അലീന
ചൂടുവെള്ളമൊക്കെ എടുത്തിട്ട് വൈജയന്തിയുടെ റൂമിലേക്ക് പോവാണ്. അങ്ങനെ റൂമിലേക്ക് പോകുന്ന സമയത്ത് ഡോറ് കുറ്റിയിടുന്നുണ്ടല്ലോ. അപ്പോൾ ബെഡ് അവിടെ ശരീരമൊക്കെ ക്ലീൻ ചെയ്യാനായിട്ടല്ലേ, തുടയ്ക്കാനൊക്കെ ആയിട്ടല്ലേ. അപ്പം ഡോർ അടയ്ക്കുന്നുണ്ട്. ആ സമയത്ത് രോഹിത് പെട്ടെന്ന് വന്നിട്ട് ഡോറ് തുറക്കണം. ആ നിമിഷം തന്നെ ഹരി പെട്ടെന്ന് അകത്തേക്ക് കയറുന്നുണ്ട് കേട്ടോ. എടാ നീ എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നത് എന്ന് ചോദിക്കുമ്പോൾ അതൊക്കെ ഉണ്ട്, വാ പറയാം, മുകളിലേക്ക് പോവാം എന്ന് പറഞ്ഞിട്ട് ഹരി പെട്ടെന്ന് മുകളിലേക്ക് പോവാണ്. എടാ അവളെന്തേടാ എന്ന് ചോദിക്കണം. ആര്? അലീന അമ്മയുടെ മേലൊക്കെ തുടച്ചു കൊടുക്കുകയാണ്, അമ്മയ്ക്ക് ഭക്ഷണം കൊടുക്കാനൊക്കെ ആയിട്ട് റൂമിലേക്ക് പോയിട്ടുണ്ട്. അതേതായാലും നന്നായി, നീ വന്ന് എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ പറയാനുണ്ട് എന്ന് പറയണേ. നീ എന്തിനാ വന്നത് എന്ന് ചോദിക്കുമ്പോൾ അതൊക്കെ ഉണ്ടടാ, നമുക്ക് ഒരു കാര്യം പ്ലാൻ ചെയ്യാനുണ്ട്, അതിന് വേണ്ടിയിട്ടാണ് ഞാൻ വന്നത് എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഹരി പെട്ടെന്ന് മുകളിലേക്ക് കയറി പോവാണ്. രോഹിത്താണെങ്കിൽ കതക് മെല്ലെ അടച്ചിട്ട് രോഹിത്തും അലീന കണ്ടോ അല്ലെങ്കിൽ മുത്തശ്ശിയെ കണ്ടോ എന്നൊക്കെ അറിയാനായിട്ട് ആ റൂമിൻ്റെ അങ്ങോട്ടൊക്കെ നോക്കിയിട്ട് രോഹിത്തും മുകളിലേക്ക് കയറി പോകുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് അലീന വൈജയന്തിയുടെ മേലൊക്കെ ഇങ്ങനെ തുടച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ചൂടുവെള്ളത്തിൽ ഇങ്ങനെ ടവൽ മുക്കിയിട്ട് തുടച്ചൊക്കെ കൊടുക്കുകയാണ്. വൈജയ്ക്കാണെങ്കിൽ ഭയങ്കര ദേഷ്യമാണ് അലീന ഈ ഓരോ കാര്യങ്ങൾ ചെയ്തു തരുന്നതിലൊക്കെ. പക്ഷേ വേറെ നിവൃത്തിയില്ലാത്തതുകൊണ്ട് അങ്ങനെ കിടക്കുന്നു എന്ന് മാത്രം. അന്നേരം അലീന പറയുന്നുണ്ട്, മാഡം എന്തിനാണ് ഇങ്ങനെ ദേഷ്യം കാണിക്കുന്നത്? അസുഖം മാറുന്നത് വരെയല്ലേ എന്നെ സഹിക്കേണ്ടതുള്ളൂ, അത് കഴിഞ്ഞാൽ ഞാൻ പോകും. മാഡം വിഷമിക്കേണ്ട, നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ശല്യമായിട്ട് ഒരിക്കലും ഞാൻ ഉണ്ടാവത്തില്ല എന്നൊക്കെ പറയുന്നുണ്ട്. വൈജയന്തി അതൊക്കെ ഇങ്ങനെ കേൾക്കുന്നുണ്ടെങ്കിലും അതിന് മറുപടി ഒന്നും പറയുന്നില്ല കേട്ടോ. അങ്ങനെ മേലൊക്കെ തുടച്ചതിന് ശേഷം വേറെ ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റി കൊടുക്കുന്നുണ്ട്. അപ്പോൾ വൈജയ്ക്ക് ഇതൊക്കെ ഭയങ്കര ദേഷ്യമാണ്. കാരണം അലീന ഇതെല്ലാം ചെയ്ത് ഇത്രയും നാൾ ഇവളെ ദ്രോഹിച്ചിട്ട് ഇവൾ തൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് വൈജയ്ക്ക് ഭയങ്കര ദേഷ്യമാണ്. വൈജ പക്ഷേ ആ സമയത്ത് ചിന്തിക്കുകയും ചെയ്യുന്നുണ്ട്, എന്തോരം ദ്രോഹം ഇവളോട് ഞാൻ കാണിച്ചിട്ടുണ്ട്, എന്തോരം ഞാൻ ഉപദ്രവിച്ചിട്ടുണ്ട്. പക്ഷേ ഇവൾക്ക് അതൊന്നും മനസ്സിൽ ഇത്രയില്ലേ, ഇനി ഇവൾ വേറെ എന്തെങ്കിലും ലക്ഷ്യം വെച്ചിട്ടാണോ ഇവിടെ നിൽക്കുന്നത്, അങ്ങനെയൊക്കെയാണ് ചിന്തിക്കുന്നത്. വൈജയ്ക്ക് മനസ്സിലാവുന്നുണ്ട്, വൈജ മനസ്സിലാക്കുന്നുണ്ട് ബാലചന്ദ്രൻ്റെ മകളല്ല അലീന എന്നുള്ള കാര്യം കേട്ടോ. കാരണം ബാലചന്ദ്രൻ്റെ സ്വഭാവം വെച്ചിട്ട് അങ്ങനെ ഒരു മകൾ ഉണ്ടാവാനുള്ള സാധ്യതയില്ല. ബാലചന്ദ്രൻ ആ ചെറിയ പ്രായം മുതലേ വൈജയെ മാത്രം മനസ്സിൽ കൊണ്ട് നടന്ന ഒരു വ്യക്തിയാണെന്ന് വൈജയ്ക്ക് നന്നായിട്ട് അറിയാം. അതുമാത്രമല്ല ബാലചന്ദ്രൻ അങ്ങനത്തെ ദുശ്ശീലങ്ങളൊന്നുമില്ല. ബാലചന്ദ്രൻ വേറെന്തോ ലക്ഷ്യം വെച്ചിട്ട് ഇവളെവിടെ പിടിച്ച് നിർത്തിയേക്കാണ്. അതായത് ബാലചന്ദ്രൻ ഇപ്പോൾ ചില ഞരമ്പ് സൂക്കേട്ട് തുടങ്ങിയിട്ടുണ്ടോ അങ്ങനെ സംശയിക്കുന്നുണ്ട്. പക്ഷെ അവർ തമ്മിൽ അങ്ങനെ ബന്ധമില്ല എന്നുള്ളത് വൈജയ്ക്ക് അറിയാം. പക്ഷെ എന്നാലും അവളെ ഇവിടുന്ന് പറഞ്ഞയക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു കാര്യം എടുത്തിടുന്നതാണ്. പക്ഷേ ഇവർ തമ്മിൽ വേറെ എന്തോ കണക്ഷനാണ്, വേറെ എന്തോ കാരണത്താലാണ് ഇങ്ങനെ നിർത്തിയേക്കുന്നത് എന്ന് വൈജയ്ക്ക് പൂർണ്ണ ബോധ്യമുണ്ട്. അങ്ങനെ അലീന വൈജയുടെ മേലൊക്കെ തുടച്ചതിന് ശേഷം തിരിച്ച് അതൊക്കെ എടുത്തിട്ട് കിച്ചണിലേക്ക് തന്നെ പോകുന്നുണ്ട് കേട്ടോ. സാധനങ്ങളൊക്കെ ആയിട്ട് ഭക്ഷണവും മരുന്നൊക്കെ കൊടുത്തതിന് ശേഷം. അതേസമയം മുകളിൽ രോഹിത്തും ഹരിയും കൂടെ ഭയങ്കര ചർച്ചയാണ്. ഹരി പറയുന്നുണ്ട്, എടാ വേറൊരു കാര്യമുണ്ട്, എനിക്ക് ഒരു സംഭവം ഒത്തു വന്നിട്ടുണ്ട് എന്ന് പറയണം. നീ എന്താ കാര്യം പറയാ എന്ന് പറയുമ്പോൾ അതില്ലേ ഞാനൊരു ട്രിപ്പ് പോവുകയാണ്, നീ വരുന്നോ എന്ന് ചോദിക്കുകയാണ്. എന്ത് ട്രിപ്പ്? അതൊക്കെ ഉണ്ട്, നീ വരുന്നോ? നീ വരുന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുമിച്ച് പോകാം എന്ന് പറയുമ്പോൾ നീ എന്താ കാര്യം പറ. ഒരു വാഗമൺ ട്രിപ്പ് ഒത്തിട്ടുണ്ട് എന്ന് പറയാണ്. അതെന്തിനാ വാഗമൺ? അതെ, ഞാൻ ശരണ്യെ വിളിച്ചിട്ടുണ്ടായിരുന്നു, അവൾ എൻ്റെ കൂടെ വാഗമണിലേക്ക് വരാമെന്ന് സമ്മതിച്ചിട്ടുണ്ട് എന്ന് പറയണം. നീ ഒരു കാര്യം ചെയ്യേ, നിൻ്റെ ഗേൾ ഫ്രണ്ട് ഇല്ലേ, അവളെ കൂടി വിളിക്ക്, എന്നാൽ പിന്നെ നമുക്ക് അങ്ങനെ കപ്പിളായിട്ട് പോവാലോ എന്ന് പറയുമ്പോൾ അതൊന്നും ശരിയാവത്തില്ല എന്ന് പറയണം. എടാ ഒന്ന് വിളിക്കടാ, എന്നാൽ അവൾക്കും ശരണ്യക്കും ഒരു സമാധാനമാകും എന്നൊക്കെ പറയുന്നുണ്ട്. ഞാൻ ശരണ്യെ വിളിക്കാൻ പോവാണ്, നിൻ്റെ ഗേൾ ഫ്രണ്ട് കൂടെ ഉണ്ടാകുമെന്ന് ഞാൻ അവളോട് പറയാൻ പോവാണെന്ന് പറഞ്ഞിട്ട് ഹരി ഫോൺ എടുത്തിട്ട് ശരണ്യെ വിളിക്കുന്നുണ്ട്. അപ്പോൾ ശരണ്യോട് ഇങ്ങനെ സംസാരിച്ചിട്ട് പറയുന്നുണ്ട്, നിനക്ക് വിശ്വാസമായില്ലല്ലോ, രോഹിത്തിൻ്റെ അടുത്താണ് ഞാൻ, രോഹിത്തിനോട് തന്നെ നീ നേരിട്ട് ചോദിച്ചു നോക്ക്, രോഹിത്തും അവളുടെ ഗേൾ ഫ്രണ്ടും കൂടി വരുന്നുണ്ട്, നമുക്ക് അവിടെ 2 റൂം എടുക്കാം, എന്നിട്ട് നിങ്ങൾക്ക് ഗേൾസിന് ഒരു റൂമും ബോയ്സിന് വേറെ റൂം, നമുക്ക് പകൽ അവിടെ ഇങ്ങനെ അടിച്ചു പൊളിച്ച് സ്പെൻഡ് ചെയ്യാം, നൈറ്റ് ഗേൾസും ബോയ്സും വേറെ വേറെ റൂമിൽ സ്റ്റേ ചെയ്തിട്ട് നമുക്ക് ഇങ്ങോട്ട് തിരിച്ചു പോരാം എന്ന് പറയണം. അപ്പോൾ ശരണ്യ പറയുന്നുണ്ട്, എന്നാൽ രോഹിതിന് ഫോൺ കൊടുത്ത് ഞാൻ ചോദിക്കാം എന്ന് പറയണം. അങ്ങനെ രോഹിതിന് ഫോൺ കൊടുക്കുമ്പോൾ രോഹിതിനെ കൊണ്ട് ഇവൻ സമ്മതിപ്പിക്കുകയാണ്. അങ്ങനെ രോഹിത് മനസ്സോടെ ഞാൻ വരുന്നുണ്ട്, എൻ്റെ ഗേൾ ഫ്രണ്ട് റൂബി കൂടെ ഉണ്ട് എന്നിങ്ങനെ പറയാണ്. അപ്പോൾ ശരണ്യക്ക് അത് വിശ്വാസമാവുന്നുണ്ട്, ശരണ്യക്ക് സന്തോഷം തോന്നുകയാണ്. ശരണ്യ ഹരിയോട് പറയുന്നുണ്ട്, എന്നാൽ ശരി ഹരി, നമുക്ക് അങ്ങനെ ചെയ്യാം എന്ന് പറയാണ്. എന്നെ പിറ്റേ ദിവസം തന്നെ വീട്ടിൽ കൊണ്ടുവിടണം കേട്ടോ, ഞാൻ സ്കൂൾ ട്രിപ്പെന്ന് പറഞ്ഞിട്ടാണ് വരുന്നത്, എനിക്ക് പേടിയാണ്, ഞാനിങ്ങനെ മാറി നിന്നിട്ടൊന്നുമില്ല, ഞങ്ങളുടെ ഏരിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയൊന്നും ആരും എങ്ങോട്ടും പോവുകയോ ചെയ്യും ഒന്നുമില്ല എന്നൊക്കെ പറയുന്നുണ്ട്.
അപ്പോൾ ഹരി പറയുന്നുണ്ട്, നിനക്ക് എന്നെ പേടിയാണോ, നിനക്ക് എന്നെ വിശ്വാസമില്ലേ, നിനക്കൊരു പോറലും ഏൽക്കാതെ നിന്നെ ഞാൻ നിൻ്റെ വീട്ടിൽ കൊണ്ടാക്കി തരാം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ വിശ്വസിപ്പിക്കുകയാണ്. അപ്പോൾ രോഹിത് ചോദിക്കുന്നുണ്ട്, എടാ ഇത് പ്രശ്നമാവില്ലേ, റൂബി വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് പറയുമ്പോൾ, റൂബി വരുന്നില്ലെങ്കിൽ വരണ്ട, നീ വാ, നമുക്ക് അവിടെ അടിച്ചു പൊളിക്കാം എന്ന് പറയണം. നീ എന്താണോ ഉദ്ദേശിക്കുന്നത്, അതൊക്കെ ഉണ്ട് മോനെ, അതൊക്കെ ഞാൻ അവിടെ എത്തുമ്പോൾ പറയാം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ രോഹിത് പറയുന്നുണ്ട്, എന്നാൽ ശരി, നമുക്ക് ഇവിടെ നിൽക്കണ്ട, നമുക്ക് പുറത്തേക്ക് പോയാലോ എന്ന് ചോദിക്കുമ്പോൾ, അതാ ഞാനും പറയാൻ വന്നത്, നമുക്ക് പുറത്തേക്ക് പോകാം, ഇനിയിപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ തീരുമാനമാക്കില്ലേ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇത് നമുക്ക് പുറത്ത് നിന്ന് സംസാരിച്ചാൽ പോരായിരുന്നോ എന്ന് ഹരി ചോദിക്കുന്ന സമയത്ത് ഹരിയോട് രോഹിത് ചോദിക്കുമ്പോൾ ഹരി പറയുന്നുണ്ട്, അപ്പോൾ പറയുന്നുണ്ട്, പുറത്താകുമ്പോൾ ഒരു ഗുമ്മ കിട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്ന് വെറുതെ കള്ളം പറയണം, ഹരിയുടെ ലക്ഷ്യം വേറെ ഉണ്ട്, അലീനെ ഒന്നും കൂടി മുട്ടി നോക്കാൻ വേണ്ടിയിട്ടാണ് വന്നത്. അപ്പോൾ ഹരി ചോദിക്കുന്നുണ്ട്, നീ ഇതുവരെ കുളിച്ചൊന്നുമില്ലെന്ന് ചോദിക്കുമ്പോൾ, ഇല്ലടാ ഞാൻ കുളിച്ചിട്ടില്ല, എന്നാൽ നീ പെട്ടെന്ന് പോയി കുളിച്ചിട്ട് വാ, എന്നിട്ട് നമുക്ക് പോകാം, ഇവിടെ നിൽക്കണ്ട എന്ന് പറയുന്നുണ്ട്. അങ്ങനെ രോഹിത് കുളിക്കാനായിട്ട് കയറുകയാണ്. അതേസമയം ഹരി മെല്ലെ താഴേക്ക് ഇറങ്ങി വരിക കേട്ടോ. താഴേക്ക് ഇറങ്ങി വന്നിട്ട് അലീനയാണ് ഹരിയുടെ ലക്ഷ്യം. അങ്ങനെ താഴേക്ക് ഇറങ്ങി വരുന്നുണ്ട്. താഴേക്ക് ഇറങ്ങി വന്നിട്ട് നോക്കുമ്പം വൈജയന്തിയുടെ റൂം അടഞ്ഞു കിടക്കുകയാണ്. വൈജയുടെ റൂം, പിന്നെ മുത്തശ്ശിയുടെ റൂം അടഞ്ഞു കിടക്കുകയാണ്. അപ്പം മെല്ലെ ഹോളിലേക്ക് എത്തുന്ന സമയത്ത് കിച്ചണിൽ ഇങ്ങനെ പാത്രങ്ങളുടെ ശബ്ദം കേൾക്കുകയാണ്. അപ്പോൾ അലീന കിച്ചണിലുണ്ട് എന്ന് മനസ്സിലാവുകയാണ്. അങ്ങനെ പയ്യെ പയ്യെ ഹരി അങ്ങോട്ടേക്ക് ചെല്ലുകയാണ്. പെട്ടെന്ന് ഹരിയെ പുറകിൽ കണ്ടപ്പോൾ അലീന വല്ലാതാവുന്നുണ്ട് കേട്ടോ. ഇവനെന്ത് ഇവിടെ ഇങ്ങനെ വന്ന് എന്നുള്ള രീതിയിൽ. അപ്പോൾ ഹരി ചോദിക്കുന്നുണ്ട്, എന്താ പേടിച്ചു പോയോ എന്ന് ചോദിക്കുകയാണ്. നീ എന്താ ഇവിടെ എന്ന് ചോദിക്കുമ്പോൾ, അതെന്താ നീ എന്നോട് അങ്ങനെ ചോദിക്കുന്നത്, ഞാൻ ഇവിടെ വരാതിരിക്കുന്നത് എന്തിനാ, ഇത് എൻ്റെ ആൻറ്റിയുടെ വീടല്ലേ, പിന്നെ നീ എന്തിനാ അങ്ങനെ ചോദിക്കുകയെന്ന് ചോദിക്കുമ്പോൾ, നിന്നോട് ഇങ്ങോട്ടേക്ക് കയറരുതെന്ന് അച്ഛൻ പറഞ്ഞിട്ടില്ലേന്ന്. അച്ഛനോ, ഏതച്ഛൻ, എൻ്റെ അച്ഛൻ എന്ന് പറയണ്ട, നിൻ്റെ അച്ഛനോ, അതെങ്ങനെയാണ് നിൻ്റെ അച്ഛനാവുന്നത്, ആർക്കോ എവിടെയോ ജനിച്ചൊരു വഴി പിഴച്ചൊരു സന്തതിയല്ലേ നീ എന്നൊക്കെ പറയുമ്പോൾ, അത് നിന്നെ ബോധിപ്പിക്കേണ്ട കാര്യമില്ല, നീ ഇപ്പോൾ പോവാൻ നോക്ക് എന്ന് പറയണം. നീ ആരാടി എന്നെ ഇവിടെ നിന്ന് പറഞ്ഞു വിടാൻ, ഇത് എൻ്റെ ആൻറ്റിയുടെ വീടാണ്, ആൻറ്റിയുടെ മക്കൾ എൻ്റെ കസിൻസാണ്, അവർ വിളിച്ചിട്ടാണ് ഞാൻ വന്നത് എന്ന് പറയട്ടോ. അപ്പോൾ അലീന വീണ്ടും അവനോട് ഇങ്ങനെ തർക്കിക്കാൻ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഹരി പറയുന്നുണ്ട്, ഞാൻ നിന്നോട് തർക്കിക്കാനൊന്നും വന്നതല്ല, എനിക്കൊരു ഗ്ലാസ് ചായ തരുമോ, അത് ചോദിച്ച് വന്നതാ എന്ന് പറയുമ്പോൾ അലീന പറയുന്നുണ്ട്, ഇവിടെ ചായ ഒന്നുമില്ല, തീർന്നു പോയി എന്ന് പറയണേ. ഒരു ഗ്ലാസ് ചായ ഉണ്ടാക്കി തന്നോടെ എന്ന് ചോദിക്കുകയാണ്. ഇപ്പോൾ എനിക്ക് സമയമില്ല എന്ന് പറയുന്നുണ്ട്. എന്നൊരു ഗ്ലാസ് വെള്ളമെങ്കിലും തരുമോ കുടിക്കാനായിട്ട്, വെള്ളം ഏതാ ഡൈനിങ് ടേബിളിൽ ഇരിക്കുന്നുണ്ട്, വേണമെങ്കിൽ പോയി എടുത്ത് കുടിച്ചോ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഹരിയോട് യാതൊരുവിധ അഡ്ജസ്റ്റ്മെൻറ്റിനും അലീന തയ്യാറല്ല, എന്ത് ചോദിച്ചാലും ഉണ്ടാക്കി കൊടുക്കാനോ ഒന്നിനും തയ്യാറല്ല. അപ്പോൾ ഹരി പറയുന്നുണ്ട്, ശരി എന്നാൽ ഞാൻ പോയി കുടിച്ചേക്കാം എന്ന് പറഞ്ഞിട്ട് പോവാൻ നിന്നിട്ട് പെട്ടെന്ന് തിരിഞ്ഞു വന്നിട്ട് അലീനയുടെ കയ്യിൽ കയറി പിടിക്കണം. നീ അങ്ങനെ വലിയ പുണ്യാളത്തി ചമഞ്ഞൊന്നും ജീവിക്കാമെന്ന് വിചാരിക്കേണ്ടടി, ഇവിടെ വെച്ച് തന്നെ നിന്നെ ഞാൻ എന്തൊക്കെ ചെയ്യണമെന്ന് കാണിച്ചു തരട്ടെ എന്ന് പറയണേ. ആൻറ്റി എഴുന്നേറ്റ് വരത്തില്ല, മുത്തശ്ശി നല്ല ഉറക്കിലാണ്, നിൻ്റെ വായൊന്ന് പൊത്തിപ്പിടിച്ച് നിന്നെ എന്ത് ചെയ്താലും ഇവിടെ ആരും ഒന്നും അറിയാൻ പോകുന്നില്ല. രോഹിത് കുളിക്കുകയാണ്, രോഹിത് വന്നാലും പിന്നെ വലിയ പ്രശ്നമൊന്നുമില്ല, അവന് സപ്പോർട്ടായിരിക്കും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അലീന ഇങ്ങനെ കൈ വിടട, എൻ്റെ കൈ വിടട എന്നൊക്കെ പറയുമ്പോൾ ഹരി പെട്ടെന്ന് അവളുടെ വായ പൊത്തി പിടിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ പെട്ടെന്നാണ് രോഹിത് അങ്ങോട്ടേക്ക് ഇറങ്ങി വരുന്നത് കേട്ടോ. അപ്പോൾ രോഹിത് നോക്കുമ്പോൾ ഹരിയെ എവിടെയും കാണുന്നില്ല. കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് നോക്കുമ്പോൾ ഹരിയെ റൂമിൽ കാണുന്നില്ല, ബാൽക്കണിയിൽ പോയി നോക്കി അവിടെ കാണുന്നില്ല. അപ്പോൾ രോഹിത്തിന് എന്തോ പന്തികേട് തോന്നുകയാണ്. അപ്പോൾ രോഹിത് പെട്ടെന്ന് താഴേക്ക് ഇറങ്ങി വന്ന് നോക്കുമ്പോൾ കിച്ചണിൽ അലീനയെ ഇങ്ങനെ ഉപദ്രവിക്കുന്ന ഹരിയാണ് കാണുന്നത്. എടാ വിടടാ അവളെ എന്ന് പറഞ്ഞിട്ട് ഹരിയുടെ അടുത്തേക്ക് വന്ന് ദേഷ്യപ്പെടണം. എടാ നീ എന്തിനാടാ എന്നോട് ദേഷ്യപ്പെടുന്നത്, ഇതൊക്കെ രസമല്ലേ, ഇതേ ആ രസം ഇവിടെ വേണ്ട, ഇത് അലീന ചേച്ചിയാണ്, എൻ്റെ ചേച്ചിയാണ്, എൻ്റെ അച്ഛൻ്റെ മകളാണ്, നീ ചേച്ചിയുടെ അടുത്ത് ഇങ്ങനെ മോശമായിട്ട് പെരുമാറാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ദേഷ്യപ്പെട്ട് രോഹിത് ഹരിയോട് സംസാരിക്കണം. എടാ നീയാണോടെ ഈ പറയുന്നത്, നീ എന്തൊക്കെയാടാ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്, അതൊക്കെ അന്ന് അറിയാത്ത സമയത്തല്ലേ, ഇപ്പോൾ എൻ്റെ സ്വന്തം ചേച്ചിയാണ്, എൻ്റെ അച്ഛൻ്റെ മകൾ എൻ്റെ ബ്ലഡ് തന്നെയാണ്, അതുകൊണ്ട് എൻ്റെ ചേച്ചി ഇങ്ങനെ ഉപദ്രവിക്കാനൊന്നും ഞാൻ കൂട്ടു നിൽക്കത്തില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത് കേൾക്കുമ്പോൾ അലീനയ്ക്ക് ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ട് കേട്ടോ, രോഹിത്തിൻ്റെ ഭാഗത്തുനിന്ന് ഇങ്ങനൊരു പ്രതികരണം ഉണ്ടായപ്പോൾ. അപ്പോൾ എടാ നീ എന്നെ എന്ന് പറയുമ്പോൾ, അതെ ഞാൻ തന്നെയാണ് പറയുന്നത്, നിന്നോട് ഞാൻ പോവാമെന്നല്ലേ പറഞ്ഞത്, പിന്നെ നീ എന്തിനാണ് ഇങ്ങോട്ടേക്ക് വന്നത്, ഞാൻ അപ്പോഴേ നിന്നോട് പറഞ്ഞതാണ് വീട്ടിലേക്ക് വരണ്ടാന്ന്, നീ വീട്ടിലേക്ക് വരുന്നത് എന്തോ കുഴപ്പത്തിനാണെന്ന് എനിക്ക് മനസ്സിലായതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, വന്നേ വീട്ടിൽ ഇവിടെ നിന്ന് പോവാം, ഇനി മേലിൽ ഇങ്ങോട്ടേക്ക് ഇങ്ങനത്തെ കാര്യങ്ങളും കൊണ്ട് വരരുത് എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെട്ട് ഹരിയുടെ കയ്യും പിടിച്ച് വലിച്ചുകൊണ്ട് പോവുകയാണ് രോഹിത്. അപ്പോൾ രോഹിത്തിൻ്റെ ഈ ഒരു പ്രവൃത്തി അലീനയ്ക്ക് ഭയങ്കര സന്തോഷം നൽകുന്നുണ്ട്. തൻ്റെ അനുജൻ അച്ഛൻ്റെ മകളാണ് എന്നാണ് വിചാരിക്കുന്നതെങ്കിലും തനിക്ക് വേണ്ടി സംസാരിച്ചല്ലോ എന്നുള്ളതിൽ ഭയങ്കര സന്തോഷം തോന്നുകയാണ് അലീനയ്ക്ക്. പിന്നീട് രോഹിത്താണെങ്കിൽ ഹരിയെയും കൂട്ടിയിട്ട് അവിടെ നിന്ന് പെട്ടെന്ന് തന്നെ പുറത്തേക്ക് പോവുകയും ചെയ്യുന്നുണ്ട്.